മിനിസ്റ്റർ ടൂർണമെന്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇതുവരെ ആരും ചെയ്യാത്ത ഒരുപാട് വീഡിയോകൾ നമ്മൾ ഓൾറെഡി തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നിട്ടുള്ള ഈ ഒരു പ്രോത്സാഹത്തിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അതിലുപരി ഇന്ന് വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് നമ്മൾ 1,50,000 സബ്സ്ക്രൈബർ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് എല്ലാം കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. ഒരുപാട് നന്ദി. നമ്മൾ ആരും കാണിക്കാത്ത തരത്തിലുള്ള ഒരു വീഡിയോ, അതായത് നമ്മുടെ ഇത് വടക്കേ ഇന്ത്യയിലോ അല്ലെങ്കിൽ UP-യിലോ ഉഗാണ്ടയിലോ ഒന്നും നടന്നൊരു സംഭവമല്ല. നമ്മുടെ കേരളത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. കൊല്ലം ജില്ലയിൽ ആര്യങ്കാവ് പഞ്ചായത്തിലെ അമ്പനാട് നടന്നിട്ടുള്ള ഒരു സംഭവമാണിത്. അതായത് കേരളത്തിലും ഈ പറയുന്ന വർഗീയവാദികൾ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണ്. കാരണം ഇവിടെ ഏത് മതസ്ഥർക്കും അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാനും പ്രാർത്ഥന നടത്താനുമുള്ള അവകാശങ്ങൾ ഭരണഘടന നൽകുന്നുണ്ട്. അത് മതമില്ലാത്തവനും മതമുള്ളവനും അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിൽ ഇതുപോലുള്ള തന്തയിലാഴികൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ജനവിഭാഗം നമ്മുടെ കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വൃത്തികെട്ട നാറികളുടെ ഒരു പരിപാടിയും കേരളത്തിൽ നടക്കാത്തത്. പക്ഷേ എങ്കിലും പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആ സംഭവങ്ങളൊന്നും നമ്മുടെ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളൊന്നും പുറം ലോകത്തേക്ക് കാണിക്കാറുമില്ല. കാരണം ഇവനൊക്കെ ഈ പറഞ്ഞ ഇവൻ്റെയൊക്കെ അടിമപ്പണി ചെയ്യുന്ന സേവകരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാധ്യമധർമ്മം എന്നുള്ളത് മറന്നുപോയിട്ട് ഇവനിക്കൊക്കെ വേണ്ടി ദാസ്യപ്പണി നടത്തുന്ന ചില മാധ്യമങ്ങളെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. എന്നാൽ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്ന് അറിഞ്ഞതിന് ശേഷം ചെയ്യാം എന്നാണ് വിചാരിച്ചത്. എന്താണെങ്കിലും ഈ RSSന്റെ തെമ്മാടികൾ അല്ലെങ്കിൽ ഗുണ്ടകൾ ഇവന്മാർ ഈ കൊല്ലം ജില്ലയിൽ, ഞാൻ ഈ നേരത്തെ കൊല്ലം ജില്ലയിൽ ആര്യങ്കാവ് പഞ്ചായത്തിൽ ഈ ഒരു പ്രദേശത്ത് അവിടെ ഒരു ക്രൈസ്തവ ദേവാലയമുണ്ട്. ആ ഒരു ദേവാലയം പൊളിക്കാനായിട്ട് വന്നിട്ടുള്ള ചില വീരന്മാരുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? ഇത് നമ്മൾ ഗുജറാത്തിലോ അല്ലെങ്കിൽ മണിപ്പൂരിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉഗാണ്ടയിലോ ഒന്നും അല്ല, നമ്മുടെ തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള കൊല്ലം ജില്ലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. PC ജോർജും സുരേഷ് ഏട്ടനും ഈ അനിൽ ആന്റണിയെ പോലുള്ള കുറെ ഊളകൾ ഇപ്പൊ BJP-യിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ശ്രദ്ധയിൽ ഈ ഒരു സംഭവം ഒന്ന് പെടുത്തുക. കാരണം സ്വന്തം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇനി പറയാൻ പറ്റത്തില്ല, ഇനിയിപ്പോൾ ഇവനൊക്കെ ജയിച്ചു കയറി കഴിഞ്ഞാൽ ഞങ്ങൾ മണിപ്പൂരാക്കി തരാമെന്ന് പറഞ്ഞ് പല വീരന്മാരും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവരുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് കൊണ്ടുവരുന്നത്. എന്തായാലും നമുക്ക് ഈ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നാളെ ഞങ്ങൾ ആ പള്ളി പൊളിക്കും. ഇവന് നാല് ഏത് കരപ്പിലാ പള്ളി പണിയുന്നത്? ആ പള്ളി പാട്ടി നീ നിന്നെ ആ പള്ളിക്കത്ത് കാണുന്നത് ഞങ്ങളാ പറയുന്നത് കേട്ടോ. ഞങ്ങൾ നാളെ വരും. ഇനി വരുന്നില്ലല്ല നിന്റെ ആരുടെ കരപ്പിലാ നീ പള്ളിക്ക് വരുന്നത്? നിന്റെ പള്ളിയുടെ ഓണേഴ്സ് ഡീറ്റെയിൽസ് അതെ രജിസ്ട്രേഷൻ പള്ളിയല്ല അത്. രജിസ്ട്രേഷൻ അല്ലാതെ നീ എന്തിനാ പള്ളി അനധികൃതമായിട്ട് കൂടിയാ മതപരിവർത്തനം നടത്താമെന്ന് നീ ആരാ പ്രയർ നിർത്താൻ? ഇതിന്റെ ഞാൻ വേറെ പരാതി നിനക്ക് ഞാൻ വേറെ പരാതി കൊടുക്കുന്നുണ്ട്. ഈ പള്ളി രജിസ്ട്രേഷൻ പള്ളിയല്ല. ഏത് രജിസ്ട്രേഷൻ പള്ളിയത്? നിൽക്കണേ ഏത് രജിസ്ട്രേഷൻ പള്ളി? ഇതേപോലെ പെണ്ണുപിടിയാണ് കൊണ്ടുവരുന്നത്. CSI பள்ளிக்கு அப்படி வர மாட்டாங்க. CSI பள்ளிக்கு அப்படி வர மாட்டாங்க. அங்க ஏதோ தப்பு பண்ணிட்டாங்க. പള്ളിയുടെ അല്ലാതെ പറ്റാലും ഓൾറെഡി അടിസ്ഥാനം നല്ല രാജ്യത്തെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം നല്ല യുവാക്കൾ പള്ളി പൊളിക്കും പോലും. ഇവനാരാണ് പള്ളി പൊളിക്കാൻ? ഇവനിക്ക് ആരാണ് അധികാരം കൊടുക്കുന്നത് പള്ളി പൊളിക്കാൻ? ഇത് ഭരിക്കുന്നത് BJP കേരളം ഭരിക്കുന്നത് BJP ആണോ അതോ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണോ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാൽ. അപ്പൊ ഇവിടെ അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഇവന്മാരാരാ ഈ നാറികൾ? ഇവന്മാരാരാണ് ഈ ചെറ്റകൾ? ആ പള്ളി 60 വർഷമായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അതിനുശേഷം അവരത് പുതുക്കി പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തകർ അവിടെ എത്തുമ്പോഴാണ് ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധർ
കാരണം അവൻ പറയുന്നുണ്ട് ഇവനെപ്പോലുള്ള പെണ്ണുപിടിയന്മാരാണോ ഇവിടെ കൊണ്ടുവരുന്നതെന്ന്. ഇവനൊക്കെ ഭയങ്കര ഡീസൻ്റ് ആണല്ലോ അല്ലേ? ആ കൂട്ടത്തിൽ നിൽക്കുന്ന നിങ്ങൾ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇവനൊന്നും മദ്യത്തിനും മയക്കുമരുന്നിനും ഒന്നും അടിമപ്പെടുന്ന ആൾക്കാരൊന്നുമല്ല. ഇവൻ ആരാണ് ഈ നാറി ഈ പള്ളിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കാൻ? ഇവനിക്ക് ആരാ? ഇതിന് കേരള സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ഇതുപോലുള്ള വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഇത് കേരളത്തിലാണ്. ഈ BJP എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരം പോലും ഇല്ലാഞ്ഞിട്ട് ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങളാണ് ഇവന്മാർ കാണിക്കുന്നതെങ്കിൽ ഇനി അധികാരം കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും ഒരു മെമ്പറെ കേരളത്തിൽ നിന്ന് എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലപ്പുറമായിരിക്കും ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അനുഭവിക്കാൻ പോകുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇത് ഉഗാണ്ടയിലും ഗുജറാത്തിലൊന്നും അല്ല നടന്നിട്ടുള്ള, നമ്മുടെ കൊല്ലം ജില്ലയിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. പക്ഷേ വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഇത്. ഇതൊന്നും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന അതേ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ചില പരനാറികളുണ്ട്. അതായത് ക്രിസ്സംഖികളായിട്ടുള്ള ചില ചെറ്റകൾ, ഈ കാസ വിഭാഗം പിന്നെ ക്രൈസ്തവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കടന്ന് കുരയ്ക്കുന്നതാണല്ലോ. ഈ കുരച്ച ഇവനെയൊന്നും ഈ പറയുന്ന പരിപാടിക്കൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ എന്താണേലും ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ്. വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നാറികളുടെ വിളയാട്ടം നടക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ 2024 വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ അത് വിധി എഴുതേണ്ടതിരിക്കുന്നു. കാരണം കേരളത്തിൽ ഇവന്മാർക്ക് പൊങ്ങാൻ അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു തീരുമാനം വരും. വടക്കേ ഇന്ത്യ പോലുള്ള ഒരു ഇതാക്കി ഇവർ മാറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് എൻ്റർടൈൻമെൻറ്റ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കാനുണ്ട്. നിങ്ങളുടെ പരിസരങ്ങളിലൊക്കെ നടക്കുന്ന എന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ റിയാക്ഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് എൻ്റർടൈൻമെൻറ്റ്.